ഹായ്, എൻ്റെ പേര് അന്ന എന്നാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ കുറേ ദിവസമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, പ്രോപ്പറായിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അധികം വൈകിക്കേണ്ട, ഇപ്പം തന്നെ തുടങ്ങിയേക്കാമെന്ന് ഞാനങ്ങ് ഡിസൈഡ് ചെയ്തു. പക്ഷേ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ആർട്ട് പാഡ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ കുറച്ച് ഷോർട്സ്, കുറച്ച് പഴയ വീഡിയോസൊക്കെയാണുള്ളത്. പ്രോപ്പറായിട്ടൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ശരി, എന്നാൽ നമുക്കൊന്ന് പ്രോപ്പറായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനലിൽ മോസ്റ്റ്ലി പെയിൻറ്റിങ്സ്, ആർട്ട് റിലേറ്റഡ് കണ്ടൻസ്, കുറച്ച് പ്രകൃതി, പിന്നെ എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, റോക്സിക്കുട്ടൻ. അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു പെയിൻറ്റിങ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിന്നൊരു 300 GSM വാട്ടർ കളർ പേപ്പേഴ്സിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ റോക്സിക്കുട്ടി. പുള്ളിക്കാരൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ കളിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാനിവിടെ ബ്രഷും ബൗളും ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളം ഫില്ല് ചെയ്യാണ്. കാരണം ഞാനിന്നൊരു കോഫി പെയിൻറ്റിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പെയിൻറ്റിങ് ടൈപ്പാണ് കോഫി പെയിൻറ്റിങ്. അപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മോപ്പ് ബ്രഷസ് ആണ്. ഇത് അത്യാവശ്യം വെള്ളമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഓഫ് ബ്രഷസ് ആണ്. നമ്മൾ വാട്ടർ കളർ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ കോഫി പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിന്ന് ഒരു 2 റെഫറൻസസ് എടുത്തിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്ങിന് ഇൻസ്പിറേഷൻ ആയത് പോളിന ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഇത് അവരുടെ പെയിൻറ്റിങ് ആണ്. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു ഫീലിംഗ് തരുന്ന ഒരു പെയിൻറ്റിങ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഷാനി എന്ന് പറഞ്ഞ ഒരാളുടെ ഇൻസ്റ്റഗ്രാം ഞാൻ കാണുന്നത്. അവരുടെ വീഡിയോസൊക്കെ നല്ല രസമാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ്. അപ്പം അവരാണ് ഇൻസ്പിറേഷൻ. അപ്പോൾ അവരുടെ ഒരു ബുള്ളുണ്ട്, സാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാമും ഷാനുമാണ് നമ്മുടെ ഇന്നത്തെ റെഫറൻസസ്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാൻ ഈ പെയിൻറ്റിങ്ങിന് എംബ്രേസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്, നമ്മുടെ ആലിംഗനം. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ചില ഫീലിങ്സ് ഉണ്ടാവില്ലേ, ചില എമോഷൻസ് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് നമുക്ക് എന്താ പറയുക, അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമ്മൾ എങ്ങനെയാണ് കൺവേ ചെയ്യുക? അതിപ്പം ഇതിലെ ഈ ഒരു ബുള്ളിനെ ഇസ്ത്രി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഇത് മാത്രമല്ല. നമുക്ക് എനിക്ക് ഓഡിയോ പോലും റെക്കോർഡ് ചെയ്യാൻ നേരെ പറ്റുന്നില്ല. ഒന്നെങ്കിൽ മഴ, ഇല്ലെങ്കിൽ ഇതാ ഇവിടെ ഒരു റോക്സിക്കുട്ടനുണ്ട്, അവൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആലിംഗനം. നിങ്ങളെപ്പോഴെങ്കിലും ഒരാൾ ഡീപ്പായിട്ട് ഹഗ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു ഫീലിംഗ് നമുക്ക് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. അതിപ്പം എന്താ പറയുക, ഒരു വ്യക്തിനെ എന്നല്ല, നിങ്ങളുടെ പൂച്ചക്കുട്ടീനെയോ പട്ടിക്കുട്ടീനോ എന്തിനേ ആവാം. നമ്മുടെ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന മൂവിയിൽ ഒരു സീനുണ്ട്. കനേകുസൃതി ആണെങ്കിൽ ഒരു റൈസ് കുക്കറിനെ ഹഗ് ചെയ്യുന്ന ഒരു സീന്, ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സീനാണത്. അപ്പം അത്തരത്തിലുള്ള ഒരു എംബ്രേസ്ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നതും അതിനെ എങ്ങനെ നമുക്ക് കൺവേ ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് വെറുതെ കണ്ടിട്ട് ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അതിപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന പെയിൻറ്റിങ്ങിലും എനിക്കത് ഫുള്ളി കൺവേ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഏകദേശം അതുപോലത്തെ ഒരു ഫീലിംഗ്, നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് എങ്ങനെ ആ എമോഷൻസിനെ കൺവേ ചെയ്യാമെന്നാണ് ഞാനൊരു പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഏകദേശം അതൊക്കെയാണ് മൈൻഡിലുള്ളത്. പിന്നെ പെയിൻറ്റ് ചെയ്ത് വരുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വികാരങ്ങളും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ പറയുന്നതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടായിരിക്കും ഫീലാവുക, അല്ലെങ്കിൽ മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. അപ്പം പലർക്കും ഒരു ഡീപ്പ് ഹഗ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് ഒരാളെ കാണുമ്പം ഒരു ഹഗ് ചെയ്യാറുണ്ട്. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പം പലരും ഒറ്റപ്പെട്ടിട്ടാണുള്ളത്. ഇപ്പം ചുറ്റിലും ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് എന്നും എല്ലാവരുടെ ഉള്ളിലുമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് നമുക്ക് ഫിസിക്കലി കൺവേ ചെയ്യാൻ പറ്റുന്നത് ചില ഒരു രീതികളിൽ മാത്രമാണ്. അതിലൊന്നാണ് നമ്മൾ തലോടുന്നത്, അല്ലെങ്കിൽ ഈ എംബ്രേസ് എന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഏകദേശം അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഫീലിങ്സ് ഒരു പെയിൻറ്റിങ്ങിലൂടെ കണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിച്ചത്.
അപ്പം അതാണ് ഞാൻ ട്രൈ ചെയ്തതും. അപ്പോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പം എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.